കിടിലൻ ആംബിയൻസില് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലം പറഞ്ഞു തരട്ടെ, വാ. പെരുമ്പിലാവിലാണ് നമ്മൾ ഈ പറഞ്ഞ വിദ്യാലോകം റെസ്റ്റോറന്റ്. അൻസാർ ആശുപത്രിക്ക് അടുത്തായിട്ടാണ് കേട്ടോ. വിദ്യാലോകത്തേക്ക് നമ്മൾ കടന്നാൽ തന്നെ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ടുള്ള ഫീലാണ്. അത്ര രസമാണ് കേട്ടോ. കാടും മഞ്ഞും മഴയും എല്ലാമുള്ള സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണോ എങ്കിൽ ദാ ഇങ്ങോട്ട് പോന്നോളൂ. അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കാണാം. പഴയ സിനിമാ തിയേറ്ററുകള്, സിനിമാ താരങ്ങളുടെ ഫോട്ടോകള്, ടിക്കറ്റ് എമൗണ്ട് വരെ തിയേറ്ററിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പലചരക്ക് കടകള്, ഔഷധശാല, സ്വർണ്ണക്കട, അങ്ങനെ ആ ഒരു പഴയ കാലഘട്ടത്തിലെ പുതുമയാർന്ന കാഴ്ചകള്. ഒരുപാട് മരങ്ങള്, അതിനിടയിലൂടെ മഞ്ഞ് പെയ്യുന്നു, മഴ പെയ്യുന്നു. ദാ ചന്ദ്ര ഉദിച്ചു നിൽക്കുന്നത് കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ. ഒറിജിനൽ ആണെന്ന് തോന്നും, പക്ഷെ ഇതെല്ലാം ആർട്ട് വർക്കാണ് കേട്ടോ. ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ആരാണെന്നറിയോ? മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ആർട്ട് ഡയറക്ടർ അജയൻ ചാലിശ്ശേരിയാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊരു ഫീലാണെന്നറിയോ? ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹാളുണ്ട് കേട്ടോ. ഒരു രാജകീയ ലുക്കിലൊക്കെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. മാത്രമല്ല കിഡിലും ഫോട്ടോഷൂട്ടും നടത്താം. ഇനി ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും വന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്പൺ ആയിട്ട് ഫുഡ് കഴിക്കാനും ഒരുപാട് സ്പേസ് ഉണ്ട്. ഇനി ഏറുമാടത്തിന്റെ മുകളിൽ കയറി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക്? അതും റെഡിയാണ് കേട്ടോ. പിന്നെ പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം വരുന്നു. താഴെ ഒരുപാട് മീനുകളെ കാണാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നോളൂ. ഇനി പഴയ ദർശന സ്റ്റുഡിയോ കേട്ടിട്ടില്ലേ? ദാ അതും കാണാം. ഇവിടുത്തെ പത്തലും പരിപ്പ് കറിയും ഉണ്ടല്ലോ, വാവ്, നല്ല കോമ്പിനേഷനാണ്. നെയ്ച്ചോറ്, പള്ളിക്കറി, ബീഫ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, ബിരിയാണി, പൊറോട്ട, അങ്ങനെ രുചിയേറുന്ന ഒരുപാട് ഭക്ഷണ വിഭവങ്ങളുണ്ട്. പിന്നെ എല്ലാം നാടൻ ഫുഡാണ് കേട്ടോ. അതായത് കളറുകളൊന്നും ചേർക്കാതെയാണ് ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? വിദ്യാലോകത്തിന്റെ ഓണർ ആയിട്ടുള്ള മണിയേട്ടൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അവിടെ വരുന്ന ഓരോ കസ്റ്റമറോടും എത്ര പ്ലീസിങ് ആയിട്ടാണെന്നറിയോ അദ്ദേഹം പെരുമാറുന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കുക, അവരെ ഏത് സീറ്റിലാണെങ്കിൽ അവിടെ കൊണ്ടിരുത്തുക, അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 9:30 വരെയുണ്ട്. അപ്പോൾ ഇനി ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് എങ്ങോട്ടാണ് എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്നുള്ള ഒരു കൺഫ്യൂഷനും വേണ്ട, ഇങ്ങോട്ട് പോരുമല്ലേ.